ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാളയും ഒരു 10-25 ചെറിയ ഉള്ളിയും ഒരു 3 പച്ചമുളകുമാണ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയ ഉള്ളി നന്നായിട്ട് ഞാൻ ഫൈനലി ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അത്യാവശ്യം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാത്രം ചൂടാക്കാൻ വെച്ചേക്കാണ്. ഞാൻ നമ്മുടെ ഇരുമ്പ് ചട്ടിയിലാണ് വയ്ക്കുന്നത്. അതിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് വഴണ്ടി കിട്ടും, ടേസ്റ്റ് കിട്ടും, ആ ഒരു കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചിക്കൻ കറി ആയാലും ഇതിലാണ്, ഇരുമ്പ് ചട്ടിയിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ബീഫ് 5 കുക്കറിലിട്ട് മസാലയെല്ലാം വരട്ടി, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർത്തിട്ട് 5 വിസിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഉപ്പും ഇട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചതച്ച് വെച്ചേക്കുന്നതും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ അത് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ മസാലയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയൊക്കെ നല്ല കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ ഞാനൊരു 5-6 മിനിറ്റ് കൂടുതൽ നല്ല രീതിയിൽ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു മസാല ഇട്ടതിന് ശേഷം. അപ്പോൾ ഈ നമ്മുടെ ഉള്ളിയിലും ഒക്കെ നല്ലതായിട്ട് മസാല പിടിച്ച് നല്ല ഫ്ലേവർ, എന്ന് വെച്ചാൽ ആ പച്ച മണമൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ തന്നെ അഡീഷണൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ വെള്ളം തന്നെ അതിൽ ഒഴിച്ചു കൊടുത്തേക്കണം. ഇനി നന്നായിട്ട് നമുക്ക് വറ്റിച്ച് അതിൻ്റെ ഡ്രൈ ആക്കി ആ റോസ്റ്റ് പരുവത്തിലെടുക്കാം. ഇപ്പോൾ കുറേ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉള്ളി വറുത്തത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ തന്നെ വേറൊരു ഫ്ലേവർ തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.